മരണമാസ് സിജു സണ്ണി ശിവപ്രസാദ് എന്നിവർ ചേർന്ന് രചിച്ച് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, അനീഷ്മ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ബനാന കില്ലർ എന്ന പേരിൽ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു സീരിയൽ കില്ലർ, അയാളെ ഭയന്ന് കഴിയുന്ന ഒരു നാടും അവിടുത്തെ നാട്ടുകാരും, അതിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ നല്ല കിടിലം പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ കണ്ട 3 സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ സിനിമയും മരണമാസാണ്. ഒരു സിമ്പിൾ സ്റ്റോറിയാണ്, ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവമാണ്, പക്ഷെ പക്ക ഡാർക്ക് കോമഡി ഐറ്റം ആണ്. തുടക്കം മുതൽ ഒടുക്കം വരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സാധനം. അതാണ് ഈ പടം. മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ കരുത്ത്. നോട്ട് എ മാസ് പടം എന്നാണ് ഈ പടത്തിന്റെ ടാഗ് ലൈൻ. പക്ഷെ എന്താണ് ശരിക്കും മാസ്? ഓരോ വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങളിൽ ചുമ്മാ കൂളിംഗ് ഗ്ലാസ് മാറ്റി മാറ്റി വെച്ച് ഫുൾ മാസും BGM-ഉം സ്ലോ മോഷനും ഒക്കെ കാണിച്ച്, പക്ഷെ സ്ക്രിപ്റ്റ് വെറും ഗ്യാസ് മാത്രമാകുമ്പോൾ നല്ല സ്ക്രിപ്റ്റ് തന്നെയാണ് സൂപ്പർ സ്റ്റാർ എന്ന് തെളിയിച്ച് ഇതുപോലെയുള്ള ചെറിയ പടങ്ങളാണ് ശരിക്കും മരണ മാസ് ആകുന്നത്. സോ സല്യൂട്ട് ടു എ ഗുഡ് സ്ക്രിപ്റ്റ്. ഡാർക്ക് കോമഡിക്കൊപ്പം പെർഫെക്റ്റ് ആയിട്ട് ആക്ഷേപഹാസ്യം കൂടി കലർത്തിയതാണ് പടത്തിന്റെ വിജയം എന്ന് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്. ഞാൻ നന്നായിട്ട് ചിരിച്ചായിരുന്നു. ഒരുപക്ഷെ ഇനി രണ്ടാമതൊന്നുകൂടെ കണ്ടാൽ നമുക്ക് മിസ്സായി പോയ കുറെ കോമഡികൾ കൂടി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ കിട്ടും. ചില മാസ് എലമെന്റ്സും പടത്തിന് എന്റർടൈനിങ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ കഥയും പെർഫോമൻസും ഒക്കെ കുറച്ച് ഓവർ ദ ടോപ്പ് ആണെന്ന് പറയാം. ഒരു പൊടിക്ക് ഒരു കാരിക്കേച്ചർ സ്റ്റൈലാണ് പടം ഒരുക്കിയേക്കുന്നത്. പക്ഷെ അത് ഈ ഒരു സ്ക്രിപ്റ്റിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു. ശരിക്കും നമ്മുടെ സിനിമകളിലെ പരമ്പരാഗത സീരിയൽ കില്ലർ ക്യാരക്ടേഴ്സിനൊക്കെ നല്ലൊരു ഊക്ക് കൊടുക്കുന്ന പടം കൂടിയാണെന്ന് പറയാം. പെർഫോമൻസിൽ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ലുക്ക് PP ആയിട്ട് വന്ന ബേസിൽ ജോസഫ് പതിവ് പോലെ നമ്മളെ കയ്യിലെടുക്കുന്നുണ്ട്. ഒരു 2K കിഡാണ്, കുറച്ച് നിഷ്കളങ്കനാണ്, രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സിറ്റുവേഷൻ അനുസരിച്ച് സൂപ്പർ സ്റ്റാർ എന്ന് ഇങ്ങനെ നെയിം എഴുതി കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ജെസി ആയിട്ട് വന്ന അനീഷ്മ അനിൽകുമാറും നൈസാണ്. എവിടെയൊക്കെ ചിലയിടങ്ങളിൽ ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ട്രെയിലറിൽ കാണിക്കുന്ന പെണ്ണെ നീ തീയാവുക സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഡയലോഗ്, അത് ശരിക്കും ഒരു പക്ക കോഴി ഡയലോഗായിട്ട് നമുക്ക് ട്രെയിലറിൽ തോന്നും. പക്ഷെ അത് പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആ ഡയലോഗ് പറയേണ്ട സീനിൽ തന്നെയാണ്. ബസ് ഡ്രൈവർ ജിതിൻ ജിക്കുവായിട്ട് സുരേഷ് കൃഷ്ണ പൊളിയായിരുന്നു. പുള്ളിയുടെ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും നല്ല ക്യാരക്ടറാണ് എന്ന് പറയാൻ നൈസായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കോമഡി തനിക്ക് നന്നായിട്ട് വഴങ്ങുമെന്ന് പുള്ളി വീണ്ടും തെളിയിച്ചേക്കുകയാണ്. അതുപോലെ ഈ പടത്തിന്റെ കഥയും തിരക്കഥയും എഴുതിയ സിജു സണ്ണിക്ക് അരുവി എന്ന നല്ലൊരു റോള് തന്നെ പടത്തിലുണ്ട്. സാധാരണ സിജു വരുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നല്ല നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിലെ റിയൽ സ്റ്റാർ അല്ലെങ്കിൽ ഷോ സ്റ്റീലർ, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്നൊക്കെ പറയാനുള്ളത് രാജേഷ് മാധവന്റേതാണ്. അന്യായ പെർഫോമൻസ് ആയിരുന്നു മച്ചാൻ. അൺകൺവെൻഷണൽ ക്യാരക്ടർ എന്ന് പറയാം. ബ്രോ, നിങ്ങൾ മുത്താണ്. ബസൂക്കയിലെ ഒരു പൊട്ട റോളായിരുന്നെങ്കിൽ ഇതില് ബാബു ആന്റണിയുടെ അജയ് രാമചന്ദ്രനും കൊള്ളാം. ഒരു കട്ട വെറുപ്പിക്കൽ ഊള അപ്പൂപ്പൻ ക്യാരക്ടർ പടത്തിലുണ്ട്. പുലിയണം പൗലോസ് എന്നാണ് ഞാൻ പേര് നോക്കിയപ്പം കണ്ടത്. ആ നടനാണ് ഈ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. നൈസ് പെർഫോമൻസ് ആയിരുന്നു. പ്രശാന്ത് അലക്സാണ്ടർ, ഗുരു സോമസുന്ദരം, ജോമോൻ ജ്യോതിർ, ജിയോ ബേബി, കുടശനാട് കനകം, പൂജ മഹാരാജ്, എല്ലാവരും രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ പടത്തിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു മെയിൻ നടന്മാരും വന്നിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാമിയോ റോളിൽ ഒരു സ്റ്റാറും ഈ പടത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു നായക്കുട്ടി മെയിൻ ക്യാരക്ടർ ആയിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റില്ലാത്ത കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങളെ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതിയും നൈസായിട്ട് തന്നെ തോന്നി. പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിനെ ഏറ്റവും നീറ്റായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയാണിത്. അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം കൊടുക്കണം. നാദിറ മെഹ്റിനാണ് ആ റോൾ ചെയ്തത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഈ പടത്തിൽ ഉണ്ടെന്നതിന്റെ പേരിൽ സൗദി അറേബ്യയിലൊക്കെ ഈ സിനിമ ബാൻ ചെയ്തായിരുന്നു. വേണ്ട, നിങ്ങൾ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ സൂര്യൻ ഉദിക്കാത്ത മതം ഇരുട്ടാക്കിയ സ്ഥലങ്ങളിലൊന്നും ഇറക്കേണ്ട പടവും അല്ലത്. സോ കാണണ്ട, കണ്ണു മൂടിക്കോ, ടാറ്റ. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം പോസിറ്റീവ് തന്നെയാണ്. നീരജ് രവിയാണ് ഛായാഗ്രഹണം, ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്, മ്യൂസിക് JK ആണ്, എല്ലാം ഓക്കെ ആണ്. ഇനി നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് നെഗറ്റീവ് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഒരു പക്ക എന്റർടൈനർ ആണ് ഈ സിനിമ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, അത് രണ്ടിനേക്കാളും 100% പൊളിപ്പടമാണിത്. ആ 2 പടങ്ങൾ കണ്ടിട്ട് എന്താ പറയാ, ഫാസ്റ്റ് ഫുഡ് 2 നേരം കഴിച്ചിട്ട് ചെകിടിച്ചിരുന്നപ്പോ വൈകിട്ട് കിട്ടിയ വീട്ടിലെ ഊണ് അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് തോന്നി ഈ പടം. കാരണം ഇത് അത്രയ്ക്ക് റൂട്ടഡ് ആണ്, റിലേറ്റബിൾ ആണ്. അത് പറഞ്ഞപ്പോഴാണ് ബസൂക്കയിൽ ഒരു ബസ് ഉണ്ടായിരുന്നു. ഏതോ പാരലൽ യൂണിവേഴ്സിൽ നിന്ന് വന്ന് ഞാനൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് യാത്രക്കാരൊക്കെ ഉള്ള ഒരു ബസ്, അതുപോലുള്ള സിറ്റുവേഷൻസും ആയിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊരു ബസ് ഉണ്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ടൈപ്പ് സാധാരണ ബസ്, സാധാരണ ജനങ്ങൾ കയറുന്ന ഒരു ബസ്. ഒരു പടം ഇപ്പൊ അത് എന്ത് മാസോ തേങ്ങയോ ആയിക്കോട്ടെ, റൂട്ടഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ ശരിക്കും ആക്ഷേപ
ആക്ഷേപഹാസ്യമൊക്കെ ആണെങ്കിൽ പോലും വളരെ റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കഥാപശ്ചാത്തലം, പരിസരം അതൊക്കെയാണെന്നുള്ളത് തന്നെയാണ് മരണമാസിന്റെ ഏറ്റവും വലിയ ആകർഷണവും. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു കിടിലൻ ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലറാണ് മരണമാസ്. 100% എന്റർടൈനർ ആണെന്ന് പറയാം. നിങ്ങൾ ബേസിൽ ജോസഫിന്റെ ഫാൻസ് വല്ലതും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് തോന്നും. അല്ലാത്തവർ മിസ് ചെയ്യരുത്. ഇത് പറയുമ്പോൾ കുറെ പേര് വന്ന് കമന്റ് ഇടും, നീ ബേസിലിന്റെ കയ്യിൽ നിന്നും എത്ര വാങ്ങിച്ചു എന്ന്. കോടികളാണ് കിട്ടിയതാണ്, കോടികൾ. അതൊക്കെ അലക്കി ഉണക്കാനായിട്ട് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്, കാണണോ? എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സ്ക്രിപ്റ്റ് വൈസ് ഈ സീസണിലെ വിന്നർ മരണമാസ് തന്നെയാണ്. സാമ്പത്തികമായി കൂടി വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അത് നിങ്ങളുടെ കയ്യിലാണ്. കാണാൻ താല്പര്യമുള്ളവർ, നല്ല സിനിമയെ, നല്ല സ്ക്രിപ്റ്റിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പടം ഫാമിലി ആയിട്ട് തന്നെ കാണുക. ഇതൊക്കെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ പടത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കാം. ഞാൻ രാവിലെ 3:30 മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 3:30 കഴിഞ്ഞു ഇപ്പോൾ. ഇനി രാവിലെ 9 മണിക്ക് എനിക്ക് ആലപ്പുഴ ജിംഖാന കൂടി കണ്ടിട്ട് മൊത്തം ഈ സീസണിൽ ഇറങ്ങിയ പടങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് കൂടി ആ പടത്തിന്റെ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.